ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു പഴയകാല ബിസ്ക്കറ്റ് കൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ രുചി ഏകദേശം ബട്ടർ കുക്കീസിൻ്റെയൊക്കെ അതേ രുചിയാണ്. ഒരു പഴയകാല സ്ക്വയർ ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ മൺമറഞ്ഞ് പോയി, ഇപ്പോൾ കാണാനേ ഇല്ല കേട്ടോ, ആർക്കും അറിയത്ത പോലും ഇല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ തപ്പിയെടുത്തത് ഇങ്ങനെ കൊണ്ടുവന്ന് ഉണ്ടാക്കി കാണിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കിടിലം വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടെ ഒന്ന് തന്നെ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കത് ഉണ്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ മാവൊന്ന് വിതറി അതിനെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടുതരാം കേട്ടോ. മാവിൻ്റെ മിസ്സിംഗ് ആണ്. അത് മാത്രമല്ല, നമുക്കിത് ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്കൊന്ന് വിസിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ലൈവിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഈ സൈഡ് കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് ഇങ്ങനെ ഒരു സ്ക്വയർ രൂപത്തിലാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കിട്ടുന്ന ഈ മാവ് പിന്നെ ഒന്നും കൂടെ നമുക്ക് ഉരുട്ടിയിട്ട് ഇതേ കണക്കിന് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാവ് മിസ്സായി പോകത്തില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇത് പഴയകാല ബിസ്ക്കറ്റാണ്. വളരെ എന്താ പറയുക, ഇപ്പോഴത്തെ നമ്മളെ ബട്ടർ കുക്കീസ് കഴിക്കുന്നില്ല, അതേ കണക്കിരിക്കും കേട്ടോ. പക്ഷേ എന്തോ നിർഭാഗ്യം കൊണ്ട് ഇത് എന്താ പറയുക, ഔട്ടായി പോയി കേട്ടോ. ഒരുപാട് നാൾ മുന്നേ തന്നെ ഔട്ടായി പോയൊരു ബിസ്ക്കറ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ തിരക്കി പിടിച്ച് തപ്പി എടുത്ത് നമ്മൾ ആ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ വെട്ടിയെടുക്കുക, അങ്ങനെ പീസായിട്ട് വെട്ടിയെടുക്കുക, ചതുര പീസായിട്ട് വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് ബാക്കിയുള്ള ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കിയതല്ല, നമ്മൾ വെട്ടി വെച്ചേക്കുന്നതാണ്. ഇനി എണ്ണയിട്ട് മൂപ്പിക്കാറുണ്ട്. അപ്പോൾ അതവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണയൊക്കെ റെഡിയാക്കി ഇട്ടേക്കാം കേട്ടോ. കഴിഞ്ഞു. നമുക്ക് ഇനി ഇത് എണ്ണയിലേക്ക് പിറക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു അടിപൊളി ബിസ്ക്കറ്റാണ്. ആരും മിസ് ചെയ്യരുത്. അതിനൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അതിനൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ അത് എണ്ണയിലേക്ക് ഇടുമ്പോൾ സൂക്ഷിക്കുക. എണ്ണ തിളച്ചതാണ്, കയ്യിലേക്ക് ഒന്ന് വീഴാൻ സൂക്ഷിക്കുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അടിപൊളിയാണ്. ഇതിൻ്റെ രുചി അറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടും. അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് മൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആവും കേട്ടോ. ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് ഇറക്കാൻ പറ്റും. ഇതായി വരുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവണം, കാരണം ഏകദേശം ഈ ഒരു രീതിയിലേക്ക് ആയി മാറണം. ഓക്കെ ഫ്രണ്ട്സ്, അത്രയ്ക്ക് രുചിയാണ്, അത്രയ്ക്ക് വെറൈറ്റിയാണ്. അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ ചാനലിലേക്ക് കൊണ്ടുവരാറുള്ളൂ കേട്ടോ. അപ്പോൾ അതേ കണക്കൊരു വെറൈറ്റി ഐറ്റം കേട്ടോ. ഇപ്പോൾ മൺമറഞ്ഞ് പോയ ഒരു ഐറ്റം കേട്ടോ. ഇപ്പോൾ കാണാനേ ഇല്ല, ആർക്കും പേര് പോലും അറിയത്തില്ല. ഇതിൻ്റെ ഇങ്ങനൊരു ബിസ്ക്കറ്റ് ഉള്ളതായിട്ട് കാര്യം പോലും അറിയത്തില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്കത് എണ്ണ ഒന്ന് വാർത്തിയെടുക്കാം കേട്ടോ. ഒരുപാട് 200-300 വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് എന്താ പറയുക, ബട്ടർ കുക്കീസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ആ സമയത്ത് ഉള്ള എന്താ പറയുക, ബട്ടർ കുക്കീസ് പോലത്തെ ഇപ്പോഴും അതേ രുചിയാണ്, അതേ ടേസ്റ്റാണ് കേട്ടോ. നെയ്യൊക്കെ ഉണ്ടാക്കുന്നതാണ്, മൈദമാവാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചാനലുണ്ട്. ലൈവാണ് കേട്ടോ. ലൈവായിരുന്നു. വിഷ്ണു ചാനലിലേക്ക് വരുന്ന ഫ്രണ്ട്സിന് മനസ്സിലാവും. മാത്രമല്ല, ഇതിൻ്റെ മാവിൻ്റെ മിക്സിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ തോത്തിയെടുക്കാം. എണ്ണ ആണ് മൂപ്പിച്ചെടുക്കുന്നത് എണ്ണയിൽ. പക്ഷേ എങ്കിലും എണ്ണയൊന്നും അതിൽ വരില്ല കേട്ടോ. എല്ലാം അങ്ങ് പോകും കേട്ടോ, വാങ്ങ് പോകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടിപൊളി ഒരു കിട്ടലും ഐറ്റമാണ്. ആരും മിസ് ചെയ്യരുതേ. അപ്പോൾ നമുക്ക് തോത്തിയെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ആ കഴിഞ്ഞു കേട്ടോ. തോത്തി എടുത്തിട്ട് നമുക്ക് താഴെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. സംഭവം കിടിലമാണ്, പഴയകാല ഐറ്റമാണ്. ആരും മിസ് ചെയ്യരുത്. ഞാൻ ജസ്റ്റ് ഞാൻ എടുത്ത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സംഭവം സൂപ്പർ കേട്ടോ. അപ്പോൾ ഇതാണ് ഐറ്റം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, നല്ല കിടിലമാണ്. ഇന്ന് തൊട്ടാൽ പൊടിഞ്ഞു പോകും കേട്ടോ. അത്രയ്ക്ക് സ്മൂത്താണ്. അപ്പോൾ ഇതുപോലുള്ള കിടിലം വീഡിയോസുമായി ദേ വരുന്നു അടുത്തൊരു ഭാഗമായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.